സോദോമിലെ ജീവിതം ലോത്തിന്റെ ചിന്തകളെ എത്ര മോശമായി സ്വാധീനിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ്. പക്ഷേ ദൈവദൂതന്മാർ വെറുതെ ഇരുന്നില്ല. ഇല്ല, അവർ പെട്ടെന്ന് ഇടപെട്ടു. ലോത്തിനെ പിടിച്ചു വീട്ടിനകത്തേക്ക് വലിച്ചിട്ടു, വാതിലടച്ചു. എന്നിട്ട് പുറത്തുനിന്ന ജനക്കൂട്ടത്തെ അവർക്ക് കാഴ്ചയില്ലാതാക്കി, അന്ധരാക്കി. അതെ, പക്ഷെ ഈ ഒരു അത്ഭുതം കണ്ടിട്ട് പോലും ആളുകൾ പിന്മാറാൻ തയ്യാറായില്ല എന്ന് ശ്രദ്ധിക്കണം. അവരുടെ ഹൃദയം അത്ര കഠിനമായിരുന്നു. എന്നിട്ട് ദൂതന്മാർ ലോത്തിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ സ്ഥലം നശിക്കാൻ പോവുകയാണ്. ഇതിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. നിനക്കുള്ളവരെ എല്ലാം കൂട്ടി വേഗം രക്ഷപ്പെട്ടോ. ജീവൻ രക്ഷിക്കാൻ ഓടുക, പിന്നോട്ട് നോക്കരുത്, താഴ്വരയിൽ എങ്ങും നിൽക്കരുത്, മലയിലേക്ക് ഓടി രക്ഷപ്പെടുക. വളരെ വ്യക്തമായ നിർദ്ദേശം. ഇവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ അത്ഭുതകരമായ കരുണ കാണുന്നത്. ലോത്ത് രക്ഷപ്പെട്ടത് അവന്റെ നല്ല പ്രവൃത്തി കൊണ്ടല്ല. അല്ല. ഉൽപ്പത്തി 18 എബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവം ഓർത്തു. അതെ, അബ്രഹാമിനോടുള്ള സ്നേഹം, ദൈവത്തിന്റെ സ്വന്തം കരുണ, അതുതന്നെ കാരണം. പക്ഷേ എന്താ പറയാ, നാശം തൊട്ടുമുന്നിലെത്തിയിട്ടും ലോത്ത് അവിടെ നിന്ന് പോകാൻ മടിച്ചു നിൽക്കുകയാണ്. അതൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. പ്രതികരണം വൈകുന്നു. ഒരുപക്ഷേ സോദോമിലെ സമ്പത്തോ സ്ഥാനമോ അവിടുത്തെ ആ ഒരു ജീവിത രീതിയോടൊക്കെയുള്ള അടുപ്പം അവനെ പിന്നോട്ട് വലിച്ചു കാണണം. നാശം വാതിൽക്കൽ മുട്ടുമ്പോഴും ആ സ്ഥലം വിടാൻ ഒരു മടി. പക്ഷെ അപ്പോഴും ദൈവകൃപ പ്രവർത്തിച്ചു. ലോത്തും കുടുംബവും മടിച്ചുതിരുന്നപ്പോൾ ദൂതന്മാർ അവരെ നിർബന്ധിച്ചു. ലോത്തിന്റെയും ഭാര്യയുടെയും 2 പെൺമക്കളുടെയും കൈക്കു പിടിച്ച്. അതെ, പിടിച്ചു വണിച്ച് ആ പട്ടണത്തിന് പുറത്തെത്തിച്ചു.